ഇവിടെ ഒരു പെണ്ണ് മാജിക് ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് മരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവളുടെ കയ്യിലും കാലിലും കയർ കൊണ്ട് കെട്ടി അവിടെയുള്ള വലിയ ഗ്ലാസ് ടാങ്കിലേക്ക് ഇടുന്നു. എന്നിട്ട് ഒരു കർട്ടൻ യൂസ് ചെയ്ത് ആ ടാങ്ക് മറയ്ക്കുന്നു. 10 സെക്കൻഡ് കഴിഞ്ഞ് അവൾ പുറത്തു വന്ന ആ കർട്ടൻ മാറ്റും. ഇതിവർ എപ്പോഴും ചെയ്യുന്ന മാജിക് ഷോ ആണ്. പക്ഷെ ഇപ്രാവശ്യം അവളുടെ കയ്യിലെ കയർ ഇവൻ അറിയാതെ ടൈറ്റ് ആയി കെട്ടുന്നു. അതറിയാതെ ഇവർ 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. ആ സ്ക്രീൻ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് മാസ്റ്റർ ഓടി വന്ന് ആ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവൾ അതിനകത്ത് ശ്വാസം കിട്ടാതെ പിടയുന്നു. ഉടനെ അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി യൂസ് ചെയ്ത് ആ ഗ്ലാസ് തകർത്ത് അവളെ പുറത്തെടുക്കുന്നു. പക്ഷെ അവളുടെ ജീവൻ രക്ഷിക്കാനായില്ല. തന്റെ ലവറിന്റെ കയ്യിൽ കയർ ടൈറ്റായി കെട്ടിയവനെ ഇവൻ ശത്രുവായി കാണാൻ തുടങ്ങുന്നു. അവൾ ചെയ്തുകൊണ്ടിരുന്ന മാജിക് അവൾക്ക് വേണ്ടി ഇവൻ ചെയ്യുന്നു. അതിനായി സ്റ്റേജിൽ നിൽക്കുന്നു. അടുത്ത നിമിഷം സ്റ്റേജിൽ നിന്ന് കാണാതാവുന്നു. എവിടെ പോയെന്ന് നോക്കുമ്പോൾ ആ സ്റ്റേജിനടിയിലെ ഒരു ടാങ്കിനകത്ത് കുടുങ്ങി പുറത്തേക്ക് വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. അതേസമയം ഇവൻ ശത്രുവായി കാണുന്നവനും അവിടെ നിൽക്കുന്നു. ഇവൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനുള്ളിൽ അവൻ മരിക്കുന്നു. ഇപ്പോൾ ഇവൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവനാണ് കുറ്റവാളി എന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അവസാനം തന്റെ ലവറിനെ കൊന്നവനോട് തന്റെ ജീവൻ കൊടുത്ത് പ്രതികാരം ചെയ്തെന്ന് വിചാരിക്കുമ്പോൾ അവൻ ജീവനോടെ തന്നെയുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് തന്റെ കാമുകിയെ കൊന്നവനോട് ഇവൻ മാജിക് ട്രിക്ക് യൂസ് ചെയ്ത് പ്രതികാരം ചെയ്തിരിക്കുന്നു.